എടാ മക്കളെ, നിങ്ങൾ 9th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കുട്ടികളാണോ? അപ്പം നിങ്ങളുടെ പുതിയ സയൻസ് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ കണ്ടോ? ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര് തന്നെ എക്സ്പ്ലോറേഷൻ എന്നാണ് അല്ലേ? അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എല്ലാവരും പറഞ്ഞ് കേട്ട് നിങ്ങളിപ്പോൾ തന്നെ ഓൾറെഡി ഇത് മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, പിന്നെ എർത്ത് സയൻസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റും കൂടെ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. അപ്പം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു ഇൻട്രോഡക്ടറി ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത് പിന്നെ എക്സ്പ്ലോറേഷൻ എൻ്ററിങ് ദ വേൾഡ് ഓഫ് സെക്കൻഡറി സയൻസ് എന്നാണ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ മിഡിൽ സ്റ്റേജിൽ 6 to 8 വരെയുള്ള ക്ലാസ്സസിൽ നമ്മൾ ഒബ്സർവ് ചെയ്തു, ക്വസ്റ്റ്യൻസ് ചോദിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ക്യൂരിയോസിറ്റി നമുക്കുണ്ടായി. എന്നിട്ട് നമ്മൾ ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്കാണല്ലോ പഠിച്ചിരുന്നത്. ഇതൊക്കെ ഉണ്ടായിട്ട് നമ്മൾ വന്നിട്ട് ഇപ്പം നമ്മൾ സെക്കൻഡറി സ്റ്റേജിലാണ്. അവിടെ നമ്മൾക്ക് സയൻസ് വരുന്ന സമയത്ത് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ വെറുതെ ഒബ്സർവ് ചെയ്താൽ പോരാ, പകരം അവിടെ മെഷർമെൻറ്റും കൂടെ കടന്നു വരികയാണ്. ഇപ്പം നമ്മളൊരു ബൗളിൽ വാട്ടർ ഇരിക്കുന്നു. ഇപ്പോൾ ഈ വാട്ടർ നമ്മളത് ഹോട്ട് വാട്ടർ ആണോ കോൾഡ് വാട്ടർ ആണോ, അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ എത്ര എന്നുള്ളതൊക്കെ വരുന്നതാണ്. സയൻസ് കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്ത് പോവുകയാണ് നമ്മൾ. അപ്പോൾ ഈ സെക്കൻഡറി സ്റ്റേജിൽ കുറച്ചുകൂടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ മോഡൽസിനെ കുറിച്ചാണ്. നമ്മുടെ ഈ വേൾഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലക്സാണ്. ഈ കോംപ്ലക്സ് ആയിട്ടുള്ള വേൾഡിനെ നമുക്ക് ഒരുമിച്ച് എല്ലാം കൂടെ അങ്ങ് എടുത്തിച്ച് പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മോഡൽസ് ആക്കിയിട്ട് ചുരുക്കിയിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഫിസിക്സിലാണെങ്കിൽ നമ്മൾ ഒരു കാർ ഇങ്ങനെ പിക്ചർ വരച്ചുകൊണ്ടിരിക്കാനുള്ള ടൈം നമുക്കില്ല. പകരം നമ്മൾ ഇറ്റ് ഈസ് എ പോയിൻ്റ് ഒബ്ജക്റ്റ് എന്ന് നമ്മൾ പറയും. അതുപോലെ കെമിസ്ട്രിയിൽ നമ്മളിപ്പോൾ പിന്നെ ആറ്റംസ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്പിയർ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പിന്നെ ബയോളജിയിൽ ഒരു സെല്ല് എന്ന് നമ്മൾ പറയുമ്പോൾ സെല്ലിൻ്റെ ഒരു പിക്ചർ നമ്മൾ വരയ്ക്കും. അതുപോലെ തന്നെ നമ്മൾ എർത്ത് സയൻസിലാണെങ്കിൽ എർത്തിനെ നമ്മൾ പെട്ടെന്ന് ലെയേഴ്സ് ആക്കി മാറ്റും. അങ്ങനെയൊക്കെ പഠിക്കുക എന്നുള്ളതാണ് മോഡൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മോഡൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ക്ലേ മോഡൽ അങ്ങനെയുള്ള മോഡൽസൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ സയൻസിലെ മോഡൽസ് എന്ന് പറയുമ്പോൾ അത് എന്ത് വേണോ വരാം. ഇക്വേഷൻസ് വരാം, ഗ്രാഫ് വരാം, പിന്നെ ഫ്ലോ ചാർട്ട് വരാം, അങ്ങനെ എന്ത് വേണോ മോഡലായിട്ട് വരാം. അത് 3D ആയിട്ടുള്ള മോഡൽസിൻ്റെ രൂപത്തിൽ വരാം, അല്ലെങ്കിൽ 2D ആയിട്ട് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ അങ്ങനെയൊക്കെ വരാം, എന്ത് വേണോ വരാം.